നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഗൈസ്, ഏത് ട്രെയിലറാണെന്നറിയോ ഞാൻ കാണാൻ പോകുന്നത്? വേ ബാക്ക് ലവ് എന്ന് പറയുന്ന നല്ലൊരു ഫാന്റസി ആയിട്ടുള്ള ഡ്രാമ റിലീസ് ആയിട്ടുണ്ട്. ഏപ്രിൽ 3-നായിരുന്നു റിലീസ് ആയത്. ടോട്ടലായിട്ട് 6 എപ്പിസോഡ്സ് ഉള്ളൂ കേട്ടോ. 4 എപ്പിസോഡ്സ് ഓൾറെഡി റിലീസ്ഡ് ആയി. അപ്പൊ ഞാൻ പറയാണ്, നല്ലൊരു ഫാന്റസി ആയിട്ടുള്ള ഡ്രാമയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നതുണ്ടല്ലോ, പാച്ചിൻകോ എന്ന് പറയുന്ന ഡ്രാമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലീ മിൻ ഹോന്റെ ആ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ആക്ടറിനെ നിങ്ങൾക്ക് കാണാൻ വഴിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. റവല്യൂഷണറി ലവ് എന്ന് പറയുന്ന ഡ്രാമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, 2017 റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ഡ്രാമയിൽ മെയിൻ ലീഡായിട്ട് മെയിൻ ലീഡ് അല്ല, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലീഡ് ആയിരുന്നു. സെക്കൻഡ് ലീഡ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ആക്ട്രസിന് വലിയ ഐഡിയ ഇല്ല. ആ ഒരു ആക്ട്രസിന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ടുണ്ടല്ലോ ഞാന് ലൈറ്റ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രാമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ക്യാരക്ടറായിട്ട് ഈ ഒരു ആക്ട്രസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഞാൻ ഈ ഒരു ആക്ട്രസിന്റെ ആക്ടിങ് കാണുന്നത് തന്നെ കേട്ടോ. എന്തായാലും നല്ലൊരു ആക്ടിങ് ആയിരുന്നു ഈ ഒരു ആക്ട്രസ് ആ ഒരു ഡ്രാമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓ, സ്കൂൾ ഡ്രാമയാണല്ലോ. 너의 이름이 정현이 됐어? 우리 이름 바꾸자. 자, 다음 김남호. 좋아요. 제가 김남호예요. ഈ ആക്ട്രസ് ഭയങ്കര ഭംഗിയുണ്ടല്ലോ ഇതിൽ കാണാനായിട്ട്. ഈ യൂണിഫോമിൽ വരുമ്പോ എല്ലാ ആക്ട്രസും ഭയങ്കര ഭംഗിയാണല്ലോ. ഐക്യു മാത്രാണോ തോന്നണേ? 아무랑 희환이 너네들은 도대체 왜 പേര് ചേഞ്ച് ആക്കാം. Why did you two switch changes? Name changes? 너 김남호 좋아하는 거? 좋아하는 게 하이. 생긴 건 좋은 일이었다. അതെ, ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയണതൊക്കെ വലിയ കാര്യമാണല്ലേ. 그런데 However, എന്തു പറ്റി? ഇതുവരെ നല്ല മൂഡിലായിരുന്നല്ലോ. 오랜만이다. 잘 지냈어, 김남호? ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നു മെലോ മൂവി പോലെ ഉണ്ടല്ലോ. മെലോ മൂവി എന്ന് പറഞ്ഞ ഡ്രാമ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതിലും ഇതേപോലെ തന്നെയാ. ചെറുപ്പത്തില് എങ്ങാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കുറെ കാലത്തിന് ശേഷം അവൻ വന്നിട്ട് കുറെ കാലം അതില് കണ്ടിട്ട് മിസ് ചെയ്തോ നീ എന്നെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഏപ്രിൽ ഫൂൾസ് പ്രാങ്കോ? 만우절이더라고. 그동안 나 안 보고 싶었어? കണ്ടാ, നീ എന്നെ ഇത്രയും കാലം മിസ് ചെയ്തില്ലേന്ന്. പിന്നെന്തിനാ പിരിഞ്ഞോ ഇവര്? 근데 너 죽었잖아. ഏ? 4년 전에. But you died in 4 years ago. 4 കൊല്ലം മുന്നേ നീ മരിച്ചില്ലേന്ന്. മരിച്ചവൻ? 너한테 꼭 해야 될 말이 있어서 왔어. അതാ കഴിഞ്ഞ? ഓ, ഫാന്റസി ഡ്രാമയല്ലേ. ശരിയാ, ഞാൻ ചിന്തിച്ചില്ല. വെച്ചിട്ട് അവൻ പിന്നീട് വരുന്ന എന്തൊരു സ്റ്റോറി ആണല്ലോ പറയുന്നത്. എനിക്ക് ക്യൂരിയോസിറ്റി ആയി. എന്തായാലും പിന്നെ സമ്മതിച്ചിട്ടുണ്ടായിരിക്കാം. എനിക്ക് ഡ്രാമ കാണാൻ തോന്നുന്നല്ലോ. ഇങ്ങനെയൊക്കെ കണ്ട് എനിക്ക് പെട്ടെന്ന് ഡ്രാമ കാണാൻ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണോ? അതുവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എന്തോ ഒരു മൈസ്റ്റീരി ആയിട്ടുള്ള സ്റ്റോറി അല്ലേ പറഞ്ഞേലേ? അപ്പൊ മൈസ്റ്റീരി ആയിട്ടുള്ള എന്തോ ഒരു സ്റ്റോറി ഇതിലുണ്ട് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ടോട്ടലായിട്ട് 6 എപ്പിസോഡ്സ് ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുമായിരിക്കും. പിന്നെ ഓൾറെഡി 4 എപ്പിസോഡ്സ് റിലീസും ആയി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് എളുപ്പമായിരിക്കും. ശരിയാ, ഫാന്റസി ഡ്രാമയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലോ മേക്കിംഗ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടല്ലോ. OST അത് ആരാ പാടിയേ? എനിക്ക് അറിയുന്ന ആരോ പാടിയ പോലെ ഉണ്ടല്ലോ. ഫാന്റസി ഒക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ ഡ്രാമ ഇഷ്ടമാവുമായിരിക്കും കേട്ടോ. കാരണം ഫാന്റസി വേൾഡ് നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോ കാരണം റിയാലിറ്റി അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് വേണേലും എക്സ്പെക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഡ്രാമയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കാണാനായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കണേ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.